ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ജഗു വന്ന് പ്രമാണിച്ചിട്ട് അമ്മായിമാരുടെ വീട്ടിലേക്കൊക്കെ ഇറങ്ങിക്കാനുള്ളത് ഞങ്ങൾ വല്യമ്മയുടെ വീടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സന്ധ്യയോടെ എത്തുമ്പോൾ അമ്മായി വിളക്കൊക്കെ കത്തിച്ച് നിൽക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ദീച്ചുകുട്ടനെ അമ്മായിയുടെ അടുത്തേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അമ്മായിയുടെ അടുത്തേക്ക് വേഗം പോയി, എന്താവും വേഗം അമ്മായിനായിട്ട് വേഗം സിങ്കായി. അമ്മായി കൈ കാണിച്ചപ്പോൾ തന്നെ പോയി. ഈ കുളം കണ്ടോ, ഈ കുളത്തുനിന്ന് ഞാൻ കുളിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മായിയുടെ വീട് പറയുമ്പോൾ ചെറുപ്പത്തിൽ കുറേ വന്ന് നിന്നിട്ടുള്ളതാണ്. കുറേ വെക്കേഷനുകൾ അമ്മായിയുടെ വീട്ടിലായിരുന്നു ഞാനും, പിന്നെ എൻ്റെ അമ്മായിയുടെ വേറെ ഒരു അമ്മായിയുടെ മോനും ഉണ്ട് കേട്ടോ. അവനും കൂടിയിട്ട് കുറേ വെക്കേഷനിൽ ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. പിന്നെ താഴെയുള്ള അമ്മായിയുടെ മക്കളും രമ്യ ചേച്ചിയും വല്യച്ഛൻ്റെ മക്കളാണ്, എല്ലാവരും കൂടിയിട്ട് ഒത്തിരി ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ അതൊക്കെയാണ് ഓർമ്മ വരിക. അത് അവിടെയുള്ള ഒരു തോടുണ്ട്, അതിനകത്ത് ഞങ്ങൾ കുത്തി മറിഞ്ഞ് കളിക്കുകയായിരുന്നു. എന്നിട്ട് അമ്മായി വന്നിട്ട് അയ്യോ മേത്ത് മണ്ണായിരിക്കണേ കയറി വായ മക്കളെയും പറഞ്ഞിട്ട് ചീത്ത അറിയായിരുന്നു. അപ്പം അതൊക്കെ ഇങ്ങനെ അവിടെ പോയപ്പോൾ ഇങ്ങനെ ഓർമ്മ വന്നിട്ടാ. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ പോയപ്പോൾ. അപ്പോൾ അവിടെ ആടുണ്ട് കേട്ടോ. അപ്പോൾ ദീച്ചുകുട്ടന് ആടിനെ കാണണം പറഞ്ഞപ്പോൾ ആടിനെ കൂട്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാലും മാമ ആടിനെ തുറന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് ദീച്ചുകുട്ടന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദീച്ചുകുട്ടനെ വിളിച്ചിട്ട് അവൾ വന്നിട്ട് ആടിനെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്താ, അമ്മായിയുടെ വീട് പറയുമ്പോൾ അത് വേറൊരു വൈബാണ്. കുറേ നമ്മൾ വന്ന് നിന്നതിൻ്റെ ഒരു വൈബ് അവിടെ ഉണ്ട്. ജഗുവിനായിട്ട് ഞാൻ അങ്ങനെ വന്ന് നിന്നിട്ടില്ല, കുറവായിരുന്നു. എനിക്കവിടെ ഒത്തിരി കൂട്ടുകാരും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോഴും പേര് ഓർമ്മ ഉണ്ട്. കുറേ കാലമായി കണ്ടിട്ട്, കുറേ കാലം പറഞ്ഞ വർഷങ്ങളായി കണ്ടിട്ട്. മഞ്ജിമ, രാഹുൽ, വാവ, കണ്ണൻ, ചേച്ചി എല്ലാവരും വലുതായി ഉണ്ടാവും. എനിക്കിന് 25 വയസ്സായി. എല്ലാവരും എന്തായാലും 20 വയസ്സിൻ്റെ മുകളിലേക്ക് എല്ലാവർക്കും ആയി ഉണ്ടാവും. അപ്പം അങ്ങനെ അവിടെ ഒരു ചെമ്പകമരം ഉണ്ടായിരുന്നു, നിറച്ച് പൂക്കുമായിരുന്നു. അത് വെക്കേഷൻ സമയത്താണല്ലോ ചെമ്പകം ഉണ്ടാവുക, ആനുവൽ വെക്കേഷന്. അപ്പോൾ അമ്മായി രാവിലെ എനിക്കിങ്ങനെ കുറേ ചെമ്പകം പൊട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. ഞാൻ ഇടയ്ക്ക് അത് കോർത്തിട്ടൊക്കെ തലയിൽ വെക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ. സത്യം പറഞ്ഞാൽ പോയപ്പോൾ എനിക്കതൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഓർമ്മ വന്നിട്ടാ. ഈ ആടിനെ കെട്ടാനൊക്കെ അമ്മായിയുടെ കൂടെ ഞങ്ങൾ പോകുമായിരുന്നു. ഞങ്ങളെൻ്റെ അമ്മായിയെ പറഞ്ഞിട്ട്. അതൊക്കെ ഒരു കാലം. പെട്ടെന്നൊക്കെ ഓർമ്മ വന്നു അമ്മായിയുടെ വീട്ടിൽ പോയപ്പോൾ. അതാണ് ഞാൻ എല്ലാ ഭാഗമൊക്കെ നടന്നിട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.